മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ആലുവ മണപ്പുറം ഒരുങ്ങി. നാളെ അർദ്ധരാത്രി ആരംഭിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ കഴിഞ്ഞും തുടരും. പിതൃകർമ്മങ്ങൾക്കായി ജനലക്ഷങ്ങളെത്തുന്ന ആലുവ മഹാശിവരാത്രി ആഘോഷത്തിന് മണപ്പുറത്തെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ബുധനാഴ്ച വൈകിട്ട് ആരംഭിക്കുന്ന ഭക്തജനപ്രവാഹം കുംഭത്തിലെ അമാവാസിയായ വ്യാഴാഴ്ചയും തുടരും. നാളെ രാത്രി നടക്കുന്നത് ശിവരാത്രി ബലിയും വ്യാഴാഴ്ച രാവിലെ 8:30 മുതൽ നടക്കുന്നത് കുംഭത്തിലെ വാവു ബലിയുമാണ്. മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ നാളെ രാത്രി 12-ന് ശിവരാത്രി വിളക്ക് എഴുന്നള്ളിപ്പ്, തുടർന്ന് ബലിതർപ്പണം ആരംഭിക്കും. ക്ഷേത്രകർമ്മങ്ങൾക്ക് മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബലിതർപ്പണത്തിന് 116 ബലിത്തറകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ആഘോഷം. രാത്രി ഉറക്കമൊഴിയുന്നവർക്ക് ദേവസ്വം ബോർഡ് ലഘുഭക്ഷണം നൽകും. ഭക്തർക്ക് ബലിതർപ്പണം നടത്തി തിരക്ക് നിയന്ത്രിക്കാനായിട്ട് ബാരിക്കേഡുകൾ സംവിധാനം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ദേവസ്വത്തിൻ്റെ മരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ബാരിക്കേഡ് ചെയ്തിട്ടുള്ളതാണ്. പുഴയിലേക്ക് ഇറങ്ങുന്നത് സംബന്ധിച്ചും ഭക്തർക്ക് ബാരിക്കേഡ് സംവിധാനമുണ്ട്. കൂടാതെ കുടിവെള്ള വിതരണം, ഈ ടോയ്ലറ്റ്, ശിവരാത്രി ദിനത്തിൽ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ 1500 പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് വിന്യസിക്കും. ഇതിൽ 12 ഡിവൈഎസ്പിമാരും 30 SHOമാരും ഉണ്ടാകും. കൊച്ചി മെട്രോയും ദക്ഷിണ റെയിൽവേയും KSRTCയും രാത്രി സ്പെഷ്യൽ സർവീസ് നടത്തും. നേവിയുടെ മുങ്ങൽ വിദഗ്ധരുടെയും സേവനവും ലഭ്യമാണ്. സലീം, ദൂരദർശൻ ന്യൂസ്, കൊച്ചി.